എൻ്റെ പേര് ഷെർലി റോൾഡൻ. ഞാൻ തിരുവനന്തപുരം അതിരൂപതയിൽ നിന്ന് അഞ്ചുതെങ്ങ് ഫെറോന പൂത്ര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഒക്ടോബർ മാസം 8 ലക്ഷം രൂപയുടെ കടഭാരവും ഒത്തിരി രോഗങ്ങളുമായിട്ട് ഞാൻ ഇവിടെ കടന്നു വന്ന് ഉടമ്പടി എടുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു രോഗം എന്ന് പറയുന്നത് ഒത്തിരി വിഷമങ്ങൾ പിടിച്ചിട്ട് ഈ കണ്ണുനീര് വറ്റിപ്പോയി. കാരണം കണ്ണെപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഡോസ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് എൻ്റെ കയ്യിൽ കൂടെ കൊണ്ട് നടക്കും. കാരണം എല്ലാ മെഡിസിനും എടുത്ത് എല്ലാ ചെക്കപ്പും കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞത് കണ്ണുനീര് ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല, ഇയാൾക്ക് ജീവിതകാലം വരെ ഈ മരുന്നൊഴിച്ച് നടക്കാമെന്ന് മാത്രമേ പറഞ്ഞു. മിനിമം 30 രൂപ കൊടുത്ത് ഓട്ടോയിൽ പോയാലും ഈ മരുന്നൊഴിച്ചല്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ആ മരുന്നുമായിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ച ഒരു നിയോഗം എൻ്റെ കണ്ണിന് സൗഖ്യം തരുവാൻ വേണ്ടിയിട്ട് ആ നിയോഗം വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് കടഭാരങ്ങൾ 8 ലക്ഷം രൂപയുടെ കടഭാരം രണ്ടാമത്തെ നിയോഗമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉടമ്പടി എടുത്ത് 10-15 ദിവസത്തിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം കണ്ണിൻ്റെ വിരിയങ്ങളിൽ പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ മരുന്ന് എനിക്ക് ഉപയോഗിക്കേണ്ടി ഇതുവരെയും വന്നില്ല. 2-3 വർഷമായി ഇതുവരെയും ഉപയോഗിക്കേണ്ടി വന്നില്ല. കണ്ണിൽ നിന്ന് ഇഷ്ടം പോലെ കണ്ണുനീരുമുണ്ട്. എനിക്ക് നന്നായിട്ട് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യുവാനൊക്കെ സാധിക്കും, കരയുവാനൊക്കെ സാധിക്കും. അങ്ങനെ മാതാവ് എന്നെ വലിയൊരു അനുഗ്രഹം തന്ന് എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമത് എൻ്റെ 8 ലക്ഷം രൂപയുടെ കടഭാരം എൻ്റെ മകൻ ജോലി ചെയ്ത് ആ കടഭാരങ്ങൾ കംപ്ലീറ്റ് തീർത്ത് അങ്ങനെ എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടി. മൂന്നാമത് എൻ്റെ മകന് തിരുസഭ നിയമപ്രകാരം ഒരു വിവാഹം നടക്കണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു. കാരണം അവന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന് എൻ്റെ മാതാവ് അത് എനിക്ക് നടത്തി തന്ന് തിരുസഭ നിയമപ്രകാരം ബലിമത്തിയെ തന്നെ ആ വിവാഹം വന്ന പരിഭാവനമായ കുദാശ പരികർമ്മം ചെയ്ത് അവനിന്ന് കുടുംബജീവിതം നല്ല രീതിക്ക് ജീവിക്കുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ജീവിത പങ്കാളി ബ്രെയിൻ ട്യൂമറായിട്ട് തലയൊട്ടി ഇളക്കി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 പ്രാവശ്യം ബ്ലഡ് ക്ലോട്ടിങ്, സൗദിയിൽ വെച്ച് ബ്ലഡ് ക്ലോട്ടിങ് വന്ന് ബോഡി കംപ്ലീറ്റ് തളർന്നു പോയി. ആളിനെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അനന്തപുരിയിൽ കാണിച്ച് ഞാനിവിടെ കൃപാസനത്തിൽ തൈലം പുരട്ടി കൊടുക്കുകയും ഡോക്ടർ പറഞ്ഞത് ഇനി 3ാമത്തെ പ്രാവശ്യമാണ് വന്നത്, ഇനി ആളെ എഴുന്നേറ്റ് നടക്കില്ല, ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകുമെന്ന്. ഞാൻ തൈലം പുരട്ടുകയും പരിശുദ്ധ അമ്മയോട് ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ആൾ എഴുന്നേറ്റ് നടന്ന് സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം തന്ന്. അതുപോലെ എൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് ഗൾഫിൽ പോകാൻ ഒത്തിരി തടസ്സമായിരുന്നു. 4-5 വർഷം കൊണ്ടേ ശ്രമിക്കുക, വിസയ്ക്ക് കൊടുത്തും ഒത്തിരി പൈസകൾ നഷ്ടപ്പെടുന്നതല്ലാതെ ഒന്നും ശരിയാവുന്നില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വെച്ചപ്പോഴത്തേക്കും UK വിസ ശരിയാകുകയും അവൻ ഇന്ന് അവിടെ നിന്ന് നന്നായിട്ട് ജോലി ചെയ്യുകയും നല്ല വരുമാനം മാതാവ് മധ്യസ്ഥം വഴിയായി കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ എൻ്റെ മൂത്ത മകൾ 2ാമത്തെ പ്രഗ്നൻ്റ് ആയത് 6 വർഷം, ആദ്യത്തെ കുട്ടിക്ക് 6 വയസ്സായതിന് ശേഷമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അതിൻ്റെ താഴെ വശമാണ് കുഞ്ഞ് ജനിച്ചത്. അത് ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല, 7 മാസം കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്ക് തരാം, അല്ല എങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ 2022 വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ അതിൽ നിയോഗം വെച്ച് എനിക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ 9 മാസം തികഞ്ഞ് തന്നെ അമ്മ എനിക്ക് വാങ്ങിത്തരണമെന്ന്. അതേ പടുതി അമ്മ 9 മാസം കറക്റ്റ് ദിവസം തികഞ്ഞ് എനിക്ക് പരിശുദ്ധാത്മ എന്ന് പറഞ്ഞ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെയാണ് അമ്മ തന്നത്. ഒരു കുഴപ്പമില്ല, നല്ല സുന്ദരിയായ ഒരു മകളെ എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ച്. അതുപോലെ എൻ്റെ 2ാമത്തെ മോള് കല്യാണം കഴിഞ്ഞ് അവർ 2 പേരും 2 സ്ഥലത്തായിട്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ജനിക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മേ മാതാവേ ഇവരെ ഒരുമിച്ച് ചേർക്കുവാൻ വേണ്ടിയിട്ട് അമ്മ ഇടപെടണേന്ന് ആ നിയോഗം വെച്ചായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായി അവൾ കുവൈറ്റിൽ ഭർത്താവിൻ്റെ ഒപ്പം ആയിരിക്കുന്നു. അതുപോലെ
ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചെങ്കിൽ 60,000 കാര്യങ്ങളെല്ലാം ചെറുതും വലുതുമായ എൻ്റെയും എൻ്റെ കുഞ്ഞുമക്കളുടെയും ജീവിതത്തിൽ അമ്മ മധ്യസ്ഥം വഴിയായി നൽകി തരുന്നത്. അതുപോലെ എനിക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഒരു പൊതുപ്രവർത്തകയാണ്, പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനം. അപ്പം ഞങ്ങൾ ഏരിയയൊക്കെ തീരപ്രദേശമാണ്. അപ്പോൾ അവർ പിന്നെ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചതിന് ശേഷം അവർ കടന്നു വരുമ്പോൾ അവരുടെ അയൽ ബന്ധങ്ങൾ വരെ ദൈവീക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും കുദാശ സ്വീകരണങ്ങളിൽ താല്പര്യമുള്ളവരും വലിയ വിടുതൽ പ്രാപിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അനുഭവിച്ചറിയുവാനും സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ലോകമെമ്പാടും ഒരുപാട് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ മതബോധന ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം ഞങ്ങൾ നേതൃത്വമായിരുന്നു. 7ാം ക്ലാസ്സിലെ കുട്ടികളും ഞാനും കൂടെ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോയായിരുന്നു. ബീച്ചിൽ പോയപ്പോൾ വലിയ കല്ല് അടുക്കി എന്ന് വെച്ചിരുന്നു. ഞാൻ കല്ലിൽ വലിഞ്ഞ് കയറിയപ്പോഴത്തേക്കും പിന്നെ സാരി ചവിട്ടുവിട്ട് കമന്നടിച്ച് വീണ് എൻ്റെ മുഖം മൊത്തം വികൃതമായി, മൂക്കിൽ നിന്ന് ബ്ലഡും ഒക്കെ വന്ന് ഒരു പിന്നെ ഞാൻ ചെറിയങ്കര ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി അവരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ വിട്ട് അവിടെ ചെന്ന് മരുന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പോയേ പറ്റൂ. കാരണം എൻ്റെ മുഖം കണ്ടപ്പോഴും ഞാൻ തന്നെ പേടിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഒരു പിടിവാശിയിലിരുന്ന് ഉടമ്പടി തൈലം എടുത്ത് മുഖത്ത് പുരട്ടിയതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ആ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. പിള്ളേർക്കൊക്കെ തന്നെ അതിശയമായി പോയി. കുട്ടികൾ അത്രയും എൻ്റെ വീട്ടിൽ ചുമ്മാ വരുമായിരുന്നു. കാരണം ഇവിടെ അങ്ങ് പുളർന്നു പോയി. നല്ല തയ്യലിനുള്ള ഇതുണ്ടായിരുന്നു. ഞാൻ തയ്യലിടാൻ സമ്മതിച്ചില്ല മുഖത്ത്. ഇവിടെ പെട്ടെന്ന് അത് മൂടിപ്പോവുകയും മുഖം നിറച്ച് കരിവാളിപ്പുമൊക്കെ ആയിരുന്നു. അവൻ്റെ ഒരു വികൃതമായ മുഖമായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ട് 7 ദിവസവും പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം പഠിച്ച് ഞാൻ ഉടമ്പടി തൈലം പൂശി അത് പോയി. ഒരു ചെറിയ പാട് മാത്രം ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ മുറിവുകൾ എവിടെ പോയെന്ന്, ഈ പാടുകൾ എവിടെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. അതുപോലെ ഉടമ്പടി തൈലം മറ്റുള്ളവർക്കും ഞാൻ ഒത്തിരിയും കാര്യങ്ങൾക്ക് കൊടുക്കാറുണ്ട്. തമിഴ്നാട്ടിൽ ഒരു ചേട്ടൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ ആശുപത്രിയിൽ കിടക്കുമായിരുന്നു. ആ ബ്ലഡ് ക്ലോട്ടിങ് ആയിരുന്നു. അവിടെ ആ ചേട്ടന് ഞാൻ തൈലം ഉപ്പും കൊടുത്ത് പെട്ടെന്ന് സുഖമായ ആ ചേട്ടന് ഒരുപാട് മാറ്റം വന്നു. എന്ന് വെച്ചാൽ ഓർമ്മയില്ലാതെ കിടന്നതായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞ് ഞാൻ തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഒത്തിരിയും പേരെ ഞാൻ ഇങ്ങോട്ടത്തേക്ക് പറഞ്ഞുവിടും, ഞാനും ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയത്. ഇപ്പോൾ ഒത്തിരിയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാൻ മറന്നുപോയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. പരിശുദ്ധ അമ്മ ഈശോ വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി നൽകുന്നു. നിങ്ങളെ എല്ലാവരുടെയും ജീവിതം അനുഗ്രഹപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആവേ മരിയ. ജപമാല റാണി ആവേ 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 മരിയ.